വേണുവാണെങ്കിലും അനാമികേനോട് ദേവയാനിയുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറയാൻ പറഞ്ഞ് പിന്നെ കോള് കട്ട് ചെയ്ത് രേവതിനോട് സംസാരിക്കുകയാണ്. രേവതി ആണെങ്കിലും വേണുവിനോട് പറയാണ് ഇതിപ്പോൾ വല്ലാത്തൊരു മുത്തശ്ശനും മുത്തശ്ശിയായി പോയല്ലോ എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു ആ മുത്തശ്ശന് വലിയൊരു രോഗമുണ്ട്, പിന്നെ എന്തായാലും ഇങ്ങനെ പൈസ ഉള്ളതുകൊണ്ട് നല്ല ട്രീറ്റ്മെൻ്റ് ആണല്ലോ നടക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും അതിൻ്റെ അഹങ്കാരത്തിൽ തന്നെയാണല്ലോ അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നതെന്നൊക്കെ പറയാണ്. എന്തായാലും നമ്മുടെ മോളുടെ സമയദോഷം കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നവ്യ കുടിക്കേണ്ടിയിരുന്ന പാല് ദേവയാനി എടുത്ത് കുടിച്ചത്. ഇപ്പോൾ ഇത് പോലീസ് കേസ് ആവാത്തത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാണ് അത് വീടിനുള്ളിൽ പോലീസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് വൈറലാവും ഉറപ്പാണ്, അതുകൊണ്ടാണല്ലോ അവർ പോലീസിൽ അറിയിക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാണ്. എന്തായാലും ഇപ്പോഴും ഇങ്ങനെ അമ്മായിമ്മ വിശ്വസിക്കുന്നത് മരുമകള് അമ്മായിമ്മയ്ക്ക് വിഷം കൊടുത്തു എന്ന് തന്നെയാണ് എന്നൊക്കെ പറയൂട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഈ കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ മരുമകളെ കൂടുതൽ വെറുക്കേ ചെയ്യുള്ളൂ എന്ന് പറയും. പിന്നെ രേവതി പറയുന്നുണ്ടായിരുന്നു ആ രക്തം കൊടുക്കാൻ അവസരം കിട്ടിയപ്പോൾ മോളത് കൊടുക്കേണ്ടി ഇരുന്നതാണ്, കരളൊന്നും കൊടുക്കേണ്ടി ഇരുന്നില്ല എന്നൊക്കെ പറയേ. അപ്പോൾ വേണുവാണെങ്കിലും അത് ഞാനും പറഞ്ഞതാണല്ലോ മോളോട് ആ സമയത്ത് രക്തം കൊടുക്കാൻ, പക്ഷെ മോൾ അതിന് സമ്മതിച്ചില്ല, അങ്ങനെ കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ ഇങ്ങനെ സംസാരിക്കായിരുന്നു എന്നൊക്കെ പറയൂട്ടോ. പിന്നീട് ദേവയാനീനെ കാണാൻ ചെന്നതാണ് അനാമികയും ജാനകിയും കൂടെ. അനാമികേനോട് അനിയുടെ പെരുമാറ്റത്തിൽ ഒക്കെ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അനി പഴയ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അനാമിക പറയും എനിക്ക് എന്നോടുള്ള വെറുപ്പ് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്, എനിക്ക് ഇങ്ങനെ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറയൂട്ടോ. അപ്പം ഇപ്പം അതൊന്നുമല്ല മോളുടെ വിഷമം എന്ന് പറഞ്ഞിട്ട് ജാനകി ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് സ്വർണം കൊണ്ടു കൊടുത്തല്ലോ, അപ്പോൾ അതൊക്കെ ദേവയാനീനോട് പറയാനുണ്ട്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് എന്തിൻ്റെ കേടാന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. എന്തിനാ അവൾക്ക് അച്ഛനും അമ്മയും ഇത്രയും സ്വർണ്ണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു ആദർശ് മലയ്ക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ അവളെങ്ങാനും വീട്ടിലേക്ക് തിരിച്ച് വരില്ല എന്ന് വിചാരിച്ചിട്ട് അവളെ സോപ്പിടാൻ വേണ്ടി കൊണ്ടു കൊടുത്തതായിരിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവളാണല്ലോ നോക്കിയിരുന്നത് എന്നൊക്കെ പറയാണ്. അനാമികയാണെങ്കിലും ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഇപ്പോൾ വല്യമ്മ എനിക്ക് സ്വർണം തന്നല്ലോ, അതൊക്കെ ഇങ്ങനെ നയനേട്ടത്തിക്ക് അർഹതപ്പെട്ടതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ മോൾക്ക് തോന്നുന്നതാണ്, ആരാ പറഞ്ഞതും അത് നയനയ്ക്ക് ഇങ്ങനെ അർഹതപ്പെട്ടതാണെന്ന്, അത് മോൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നൊക്കെ ദേവയാനി പറയാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ അവൾക്ക് സ്വർണം കൊടുത്ത് മോളെ ഇൻസൾട്ട് ചെയ്തെങ്കിൽ ഇനി അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും മോൾക്ക് സ്വർണം തരും എന്നൊക്കെ ഇങ്ങനെ അനാമികയോട് പറയാണ്. എനിക്ക് സ്വർണം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല വല്യമ്മേ, എന്നാലും ഇങ്ങനെ ഞാനല്ലേ അവിടുത്തെ ഇളയ മരുമകൾ, അപ്പോൾ എൻ്റെ മുന്നിലൂടെയാണ് ഇങ്ങനെ നയനേട്ടത്തേക്കുള്ള സ്വർണ്ണമായിട്ട് അവർ പോയത്, അപ്പോൾ അതിലൊരു തരി പൊന്നെങ്കിലും എനിക്ക് തരുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്കും തോന്നുമായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിലും എനിക്കിങ്ങനെ അതേ തൂക്കത്തിലും അതുപോലെ തന്നെ അതുപോലത്തെ സ്വർണം വേണമെങ്കിൽ എൻ്റെ അച്ഛൻ അതേ നിമിഷം തന്നെ കൊണ്ടുതരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മോള് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ്. പിന്നെ ആ സ്വർണ്ണമാണെങ്കിൽ നയനയ്ക്കല്ലേ കൊടുക്കേണ്ടിയിരുന്നത്, ദേവയാനിക്ക് കരൾ കൊടുത്തിട്ടുള്ള ആ കുട്ടിക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയേ. അവരിങ്ങനെ നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാണെന്ന് തോന്നുന്നുണ്ട്, അവർക്കിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മുടെ സഹായം അവർ സ്വീകരിക്കാത്തത് എന്നൊക്കെ പറയേ. അപ്പോൾ ജാനകി പറയും അതുപോലത്തെ മരുമക്കളാണ് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. പിന്നെ ഈ സമയത്താണെങ്കിലും ജാനകി പറയുന്നുണ്ടായിരുന്നു മോൾ എപ്പോഴും പറയും ഇങ്ങനെ ഏട്ടത്തിക്ക് കരൾ തന്നിട്ടുള്ള ആ പെൺകുട്ടീനെ സഹായിക്കണം എന്നുള്ളത്. അനാമിക പെട്ടെന്ന് തന്നെ പറയാണ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ആ കുട്ടീനെ നന്നായിട്ട് സഹായിക്കണം, അച്ഛനാണെങ്കിൽ ഇപ്പോഴും അതിനൊക്കെ തയ്യാറാണ് എന്ന് പറയേ. ആദർശേട്ടനോ ആണെങ്കിൽ പോലും ഞങ്ങളെ ആ വല്യമ്മയ്ക്ക് കരൾ പകുതി തന്ന ആ കുട്ടീനെ കാണാനുള്ള ഒരു ഇതുണ്ടാക്കിയില്ല എന്നൊക്കെ പറയും, ഞങ്ങളെപ്പോലും കാണിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും അങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ ഒരു പുണ്യം കിട്ടിയേനെ എന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു. മോള് വിഷമിക്കൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നാൽ വീടിൻ്റെ കുറച്ച് നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കണം എന്നൊക്കെ പറയാണ്ടോ. അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് അവർക്ക് ഒരാളുടെ സഹായം ആവശ്യമാണ്, അതിനായിരിക്കും ചിലപ്പോൾ നയനേനെ അവരിങ്ങനെ സോപ്പിട്ട് നിർത്തുന്നത്. മോള് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യം നന്നായിട്ട് നോക്കിക്കോ, അപ്പോൾ എന്തായാലും അവളുടെ മുഖം അവർ മറന്നോളും എന്നൊക്കെ അനാമികയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. പിന്നെ അഭിയാണെങ്കിലും നവ്യനോട് ഇങ്ങനെ നയനയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ടു കൊടുക്കാൻ പോയല്ലോ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നീ ഇങ്ങനെ ഇവിടെ ഏത് സമയവും ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് ഇരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ്
ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം നിനക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സ്വർണത്തിനോടും പണത്തിനോടൊക്കെ വലിയ ആർത്തിയായിരുന്നല്ലോ, ഇപ്പം അതൊക്കെ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പെണ്ണിന് ഇങ്ങനെ സ്വർണത്തിനെയും പണത്തിനേക്കാളും ഒക്കെ ഇങ്ങനെ വിലയുണ്ട് അവളുടെ ഭർത്താവിൻ്റെ സ്നേഹത്തിന്. അപ്പം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഒരു ദിവസം എന്തോ ചതി മനസ്സിൽ കണ്ടിട്ട് എന്നെ സ്നേഹിച്ചു എന്നല്ലാതെ പിന്നെ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് അബിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അനിയത്തി ഇവിടുന്ന് പോയപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ അവളുടെ പിറകെ ഇങ്ങനെ സ്വർണ്ണമായിട്ട് പോകാൻ ഇവിടെ ആളുകളുണ്ട്, പക്ഷെ നീയൊന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരും നിന്റെ പിറകെ വരില്ല എന്നൊക്കെ പറയുമ്പോൾ നവ്യ തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ, നീ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബിക്കാണെങ്കിലും ഒന്നും തിരിച്ച് പറയാനില്ലാത്തതുകൊണ്ട് തന്നെ, എനിക്കറിയാടാ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നടക്കുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു മുറിയിൽ കഴിയുമ്പോഴും ഇങ്ങനെ ഞാൻ ഭയത്തോടെയാണ് കഴിയുന്നത്, ഇങ്ങനെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഏത് സമയവും ഇവിടെ ഇല്ലാതാക്കാൻ ആളുകളുണ്ടല്ലോ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എന്തായാലും നയനയ്ക്ക് സ്വർണം കൊടുത്തതാണെങ്കിലും അബിക്കും വലിയ ദേഷ്യമായിട്ടുണ്ട്. അതിൻ്റെ ദേഷ്യം മൊത്തം നവ്യനോടാണ് കേട്ടോ കാണിക്കുന്നത്. ഓരോന്ന് പറഞ്ഞിട്ട് നവ്യക്ക് ഇങ്ങനെ അവർ സ്വർണവും ഒന്നും കൊടുക്കുന്നില്ലല്ലോ. നവ്യക്കാണെങ്കിൽ ഒരു തരി സ്വർണ്ണം മുത്തശ്ശിയും കൊടുത്തില്ലല്ലോ, അപ്പം അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും അവൾ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ദേവയാനി സ്വർണം കൊടുത്തല്ലോ, ആ കാര്യങ്ങളും അബി പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അനാമികയൊക്കെ ആണെങ്കിലും ഇങ്ങനെ അമ്മായി ഇങ്ങനെ കൊടുത്തല്ലോ കുറേ ഉരുപ്പടികൾ, നിനക്കാണെങ്കിൽ ആരും ഒന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യനോടാണ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നവ്യൻ നന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിന്റെ സ്വഭാവം കൊണ്ട് തന്നെയാണല്ലോ നിന്റെ കമ്പനിയിലെ ജോലി വരെ പോയത്, നിന്നെ വെറും ഒരു ജോലിക്കാരനായി അവിടെ നിയമിച്ചിട്ടുള്ളത്, ഇങ്ങനെ കള്ളൻ്റെ കയ്യിൽ ആരും താക്കോല് ഏൽപ്പിക്കില്ലല്ലോ എന്നൊക്കെ പറയും. ആദ്യമൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ വലിയ ദേഷ്യമായിരുന്നു, പിന്നെ നീ തന്നെ നിന്റെ പ്രവൃത്തിയിലൂടെ അതൊക്കെ തെളിയിച്ചല്ലോ എന്ന് പറയും. അപ്പം നിന്റെ ഏട്ടന് നിന്നെ അത്രയും മനസ്സിലായതുകൊണ്ടാണല്ലോ നിന്നെ കമ്പനിയിൽ വെറും ജോലിക്കാരനാക്കിയിട്ടുള്ളത്, കള്ളൻ്റെ കയ്യിൽ ആരും താക്കോല് ഏൽപ്പിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അബിയുടെ സ്വഭാവം മുഴുവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു നവ്യാണെങ്കിലും കേട്ടോ. എന്തായാലും ഗോവിന്ദൻ്റെ മോള് ഗോപി മരിച്ചിവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അബി അങ്ങനെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകാനുണ്ട്. അപ്പം നവ്യയ്ക്കാണെങ്കിലും ഒരു സംശയം ഉണ്ട്, എനിക്ക് ഇത്രയും സ്വർണ്ണം മുത്തശ്ശിയും കൊണ്ടു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് നവ്യ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നവ്യനെ കാണുമ്പോൾ തന്നെ ഗോവിന്ദൻ ഇങ്ങനെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അല്ല, മുത്തശ്ശിയൊക്കെ ഇവിടെ ഒരുപാട് സ്വർണം കൊണ്ടു തന്നോന്ന് ഞാൻ അറിഞ്ഞു, അപ്പം നയന ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ടാണോ അവൾക്ക് സ്വർണം കൊണ്ടു കൊടുത്തത്, എന്നാൽ പിന്നെ ഞാനും ഇവിടെ വന്ന് നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോൾ ഇവിടെ വന്ന് നിന്നാലും അവർ സ്വർണ്ണമൊന്നും തരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും നയനയോടാണല്ലോ ഇവിടെ ഉള്ളവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ കൂടുതൽ സ്നേഹം എന്നൊക്കെ പറയും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, നയനമോളോട് എങ്ങനെ അവർക്ക് അല്ലെങ്കിലും വലിയ സ്നേഹം തന്നെയാണല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നയന വീട്ടിലേക്ക് വരാത്തതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ നവ്യ വന്നിട്ടുള്ളത്. അപ്പോൾ നയനയ്ക്ക് എന്താ പറ്റിയത്, അവളെന്താ വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിനുള്ള കാരണമൊക്കെ മോൾ എന്തായാലും ഇങ്ങോട്ട് വന്നല്ലോ, ഇനി അകത്തേക്ക് ചെന്നാൽ അറിയാൻ പറ്റും എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നോ, അല്ലാതെ ഇപ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരാമെന്ന് ഇങ്ങനെ അവളൊരു തീരുമാനം എടുക്കുകയൊന്നുമില്ലല്ലോ, അവൾ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പറയാണ് കേട്ടോ. എന്തായാലും മോൾ അകത്തേക്ക് ചെല്ല്, അപ്പോൾ കാര്യങ്ങൾ അറിയാം, അവൾ തന്നെ മോളോട് കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ട് നവ്യനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ റൂമിലേക്ക് കയറുമ്പോൾ നയന കിടക്കുകയാണല്ലോ. അപ്പോൾ നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ കിടക്കുന്നത്, നിനക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു അവശതയുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും ഇങ്ങനെ ഓരോരോ സംശയങ്ങളാണല്ലോ. അപ്പോൾ മുത്തശ്ശിയും നിനക്ക് സ്വർണം കൊണ്ടു തന്നതൊക്കെ ഞാൻ അറിഞ്ഞു, എന്തിനാ അവരിങ്ങനെ സ്വർണം കൊണ്ടു തന്നത്, ഇത്രയും സ്വർണം എന്തിനാ കൊണ്ടു തന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നയന കിടക്കുന്ന കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാൻ എണീറ്റിരിക്കാന്ന് പറഞ്ഞിട്ട് നയനയാണെങ്കിലും എണീറ്റിരിക്കുമ്പോഴും നയനയ്ക്ക് വേദനയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തായാലും നീയാണ്, എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, നിൻ്റെ അമ്മായിയമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നീ വീട്ടിലേക്ക് വന്നിട്ടില്ല, നീയാണോ ഇങ്ങനെ അവർക്ക് കരൾ ദാനമായിട്ട് കൊടുത്തേ എന്നിങ്ങനെ ചോദിക്കും. അപ്പം നയന സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചീനോട് എന്തിനാ അത് പറയാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നയന നവ്യനോടും കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിൻ്റെ അമ്മായിയമ്മയ്ക്ക് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മായിയമ്മയ്ക്ക് മാത്രമല്ല മറ്റു പലർക്കും ഇതൊന്നും അറിയില്ല, ഇനിയിപ്പോൾ ചേച്ചി അറിഞ്ഞ സ്ഥിതിക്ക് അവരോടൊന്നും ഇത് പറയും വേണ്ട എന്നാണ് കേട്ടോ നവ്യനോടും നയന പറയുന്നത്. പിന്നെ നവ്യയാണെങ്കിലും നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും നിൻ്റെ അമ്മായിയമ്മയുടെ കണ്ണ് തുറക്കുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പം നയന പറയും, ആരുടെയും കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തത് എന്ന് പറയും കേട്ടോ. എനിക്കിപ്പോൾ അനാമികേനോടും എൻ്റെ അമ്മായിയമ്മേനോടൊക്കെ ഭയങ്കര വെറുപ്പ് തോന്നുകയാണ്, അവരൊക്കെ നീ സുഖിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അനാമികയ്ക്കും അമ്മായിയെ സഹായിക്കായിരുന്നല്ലോ, അവൾക്കും കരളൊക്കെ കൊടുക്കായിരുന്നല്ലോ, പക്ഷേ അവളത് ചെയ്തില്ലല്ലോ. അമ്മായി ഇങ്ങനെ അവളെയാണല്ലോ മരുമകളായിട്ട് കാണുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും
അവൾക്കും കൊടുക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പം നവ്യാണെങ്കിലും പറയാണ് എന്നാൽ പിന്നെ ഒരുപോലെ അങ്ങനെ ചിന്തിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരെ അവരൊക്കെ മനസ്സിലാക്കണം എന്ന് പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ നവ്യനോട് അബിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അബിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നവ്യക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുകയും ചെയ്യാണ് അബിയുടെ സ്വഭാവം പഴയതിനേക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അവൻ ഒരു ദിവസം എന്നോട് സ്നേഹം കാണിച്ചത് എന്തോ ചതി മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്. ആ പാല് ഞാനാണല്ലോ കുടിക്കേണ്ടിയിരുന്നത്. എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ എൻ്റെ അമ്മായിമ്മയ്ക്കും അനാമികയ്ക്കും ഒക്കെ അതിൽ പങ്കുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കനകി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കനകയ്ക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അബി നവ്യനോട് കാണിച്ചത് വെറും ഇങ്ങനെ അഭിനയമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യനോട്. അപ്പോൾ അതൊക്കെ അവൻ്റെ അഭിനയമായിരുന്നു അല്ലേ. അപ്പോൾ മോളുടെ കാര്യം ഒക്കെ അബിയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ മോളുടെ അച്ഛനെപ്പോഴും വലിയ വിഷമമാണ്, അച്ഛന് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബിയുടേതാണെന്ന് പോലും അവൻ സമ്മതിക്കുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കനക പറയാണ് മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ മോൾ ഇവിടെ വന്ന് നിന്നോ, മോളുടെ കുഞ്ഞിനെ സ്നേഹിക്കാത്ത അവൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാനും ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരും അവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനും ഇവളൊന്നും ഇനി അവിടുന്ന് പെട്ടെന്നൊന്നും ഇറങ്ങി കൊടുക്കാൻ പോകുന്നില്ല. ഇവളെ സ്നേഹിക്കാത്ത അമ്മായിമ്മയ്ക്കാണല്ലോ ഇവൾ കരൾ ദാനമായിട്ട് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ ഒരു അധികാരം ഞങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് മറ്റാരേക്കാളും അവിടെ നിൽക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന് പറയുമ്പോൾ നൈന പറയാണ് അങ്ങനെ അധികാരം സ്ഥാപിക്കാനൊന്നുമല്ല ഞാനിങ്ങനെ കരൾ കൊടുത്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും നൈനയോട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടു ചെന്ന വീടാണത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അധികാരവും അവകാശമൊക്കെ നമുക്ക് അവിടെയുണ്ട്, നമ്മൾ ആരുടെ മുന്നിലും ഇങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയുവേ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്നൊന്നും പെട്ടെന്നൊന്നും ഇറങ്ങി കൊടുക്കാൻ പോകുന്നില്ല, എന്തായാലും അവിടെ തന്നെ കാണും എന്ന് നവ്യം പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദനാണെങ്കിലും അവിടേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മോളും അബിയും തമ്മിൽ വലിയ രസത്തിലല്ല പോകുന്നതെന്ന് ഗോവിന്ദേട്ടനെ അറിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയെ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്താ അത് പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നവിക്ക് പലഹാരം കൊണ്ട് ചെന്നപ്പോൾ തന്നെ ഗോവിന്ദൻ അത് മനസ്സിലാക്കിയതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വെറുതെ നീ എന്തിനാ നിന്നെയും കൂടെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിലും. പിന്നെ ആദർശ് ദേവയാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുകയെ. അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് വലിയ വിഷമമാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്താ ഒരു വിഷമമുള്ളതുപോലെ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ആ വീട്ടിലെ ഇളയ മരുമകൾ അനാമികയാണ്, അവളുടെ മുന്നിലൂടെ ഇങ്ങനെ നൈനയ്ക്ക് സ്വർണം കൊണ്ടു കൊടുത്തല്ലോ, അപ്പോൾ അതൊരിക്കലും അച്ഛനും അമ്മയും ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എന്തിനാ അവൾക്ക് കൊണ്ടുപോയി സ്വർണം കൊടുക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അവൾ ഇനി പിണങ്ങിപ്പോയി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടാണോ, അവളെ സോപ്പിടാൻ കൊണ്ടു കൊടുത്തതാണോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ ഇനിയിപ്പോൾ അവളുടെ അനിയത്തിക്ക് എങ്ങാനും കൊണ്ടു കൊടുത്തതാണോ, ഇനിയിപ്പോൾ അനിയൻ എന്തായാലും അവൾക്ക് കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോൾ നല്ലൊരു ബന്ധം കിട്ടണമെങ്കിൽ കുറേ സ്വർണ്ണമൊക്കെ കൊടുക്കണമല്ലോ, അതിനെങ്ങാനും കൊണ്ടു കൊടുത്തതാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ല, ഇങ്ങനെ അതൊക്കെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും തീരുമാനമാണ്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വലിയ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശീനോട് തന്നെ ചോദിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിച്ചാലും അതിന് അച്ഛന് ഒരു ന്യായീകരണങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശിയുടെ സ്വർണ്ണമാണെങ്കിൽ ദേവയാനിയും കൊതിച്ചിരുന്നതാണ്, അതൊക്കെയാണ് ഇപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയാൽ നിനക്ക് സന്തോഷം തന്നെയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സ്വർണ്ണം കിട്ടിയാൽ എനിക്കൊരു സന്തോഷമില്ല, നമ്മളൊക്കെ സ്വർണ്ണം കണ്ട് മടുത്തവരല്ലേ അമ്മേ, പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണ്ണം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എന്ത് സന്തോഷിക്കാനാ എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു ദേവയാനി അപ്പം നിൻ്റെ ഭാര്യ നീ എപ്പോഴും പുകഴ്ത്തുന്ന നിൻ്റെ ഭാര്യ വിചാരിച്ചാൽ പോലും അങ്ങനെ ഒരു ഡിസൈൻ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, അത്രയും നല്ല ഫാഷനുള്ള സ്വർണ്ണങ്ങളാണ് മുത്തശ്ശി കൊണ്ടുപോയി അവൾക്ക് കൊടുത്തത്, ഇനിയിപ്പോൾ അവർ അതൊക്കെ വിറ്റ് കാശാക്കി എന്തായാലും ഗോവിന്ദൻ്റെ കടം വീട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നയനയ്ക്കും അവളുടെ വീട്ടുകാർക്കും എന്ത് കൊടുത്താലും ഇപ്പോൾ ആ കടം തീരില്ല എന്ന് പറയട്ടെ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്.